പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റിൽ BJP കാണിച്ച ഒരു ചടുലത. ചടുലത അതൊരു ഫാസിസ്റ്റ് പാർട്ടിക്ക് കഴിയും, അതൊക്കെ കഴിയും. അതുവരെ പറഞ്ഞതെല്ലാം മറന്നുകൊണ്ട് ചേർത്ത് പിടിച്ചു. JDU ചേർത്ത് പിടിച്ചു, TDP ചേർത്ത് പിടിച്ചു. അതൊരു ജാഗ്രതയാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ ജാഗ്രതയാണ്. അതുവരെ പറഞ്ഞതൊക്കെ മറന്നു വരും, വിമർശനങ്ങളൊക്കെ മാറ്റിവെച്ചു. അവർക്കറിയാം ഒരു പൊളിറ്റിക്കൽ കമ്പൽഷൻ ഉണ്ട്, ആ കമ്പൽഷൻ വിജയം തന്നെയാണെന്ന് അവർക്കറിയാം. വിജയിച്ചേ തീരൂ. ആ അവസ്ഥയിൽ ബാക്കി ഒന്നും നോക്കാതെ അവർ സഖ്യത്തിന് ഒരുങ്ങി, JDU-യോടും അതുപോലെ TDP-യോടും സഖ്യത്തിന് ഒരുങ്ങി ഫലമുണ്ടായി. അതുവരെ എന്താ പറഞ്ഞത്? ഒറ്റയ്ക്ക് ഭൂരിപക്ഷം. അതിൽ ഭൂരിപക്ഷമല്ല, ഒറ്റയ്ക്ക് 370 സീറ്റ്. ഭരണഘടന മാറ്റി എഴുതാൻ മാത്രമുള്ള ഭൂരിപക്ഷം. ഒറ്റയ്ക്ക് കിട്ടിയിട്ട് എല്ലാവരോടും കൂടി 400 ഒറ്റയ്ക്ക് അങ്ങനെ ഭൂരിപക്ഷം മേടിച്ചെടുത്തിട്ട് ഭരണഘടന മാറ്റി എഴുതിയിട്ട് ഇന്നത്തെ ഭരണഘടന മാറ്റിയിട്ട് മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പുതിയ ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് BJP അണികളെ സജ്ജമാക്കിയത്. അത് പറഞ്ഞാണ് RSS ഇന്ത്യയുടെ മുമ്പിലേക്ക് ഒരു രാഷ്ട്രീയ അജണ്ട വെച്ചത്. ആ രാഷ്ട്രീയ അജണ്ട പരാജയപ്പെട്ടു പോയി, അത് പൊളിഞ്ഞ് പാടിയസായി, ആ സ്വപ്നമെല്ലാം തകർന്നു പോയി. പക്ഷെ ആ തകർച്ചയിലും BJP നീന്തി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, മുന്നിൽ താഴ്ന്നു പോകാതെ. അങ്ങനെ ഒരു ജാഗ്രത BJP കാണിക്കുമ്പോൾ മറുഭാഗത്ത് ആ ജാഗ്രതയെ ചെറുക്കാനുള്ള ഐക്യനിരയിലെ ഏറ്റവും മുഖ്യ പങ്ക് വഹിക്കേണ്ട പാർട്ടിയായ കോൺഗ്രസിന് ആ പങ്ക് വഹിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ പാഠം കോൺഗ്രസ് പഠിക്കണം. മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ നയിക്കുന്ന പാർട്ടിയൊന്നും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടി കാണിക്കേണ്ട ഉത്തരവാദിത്വ ബോധം, വിപുലമായിട്ട് രാഷ്ട്രീയ സമീപനങ്ങൾ അത് കാണിക്കാൻ കോൺഗ്രസിനായിട്ടില്ല.